ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി 123 സങ്കീർത്തനം 2 വചനം. ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യന്റെ നോട്ടം എവിടെയായിരിക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവൻ പറയാണ്, എൻ്റെ നോട്ടം ലോകത്തിലേക്കല്ല, എൻ്റെ നോട്ടം മനുഷ്യരിലേക്കല്ല, എൻ്റെ നോട്ടം ദൈവത്തിങ്കലേക്കാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് നോക്കേണ്ടതെന്ന് ഈ സങ്കീർത്തനം ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ നമുക്ക് പഠിക്കാൻ കഴിയും. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും അവർ കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ നമുക്ക് മനസ്സിലാകാനാണ് അങ്ങനെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നീ ഏറെ ആഗ്രഹിച്ച വിഷയത്തിൽ ദൈവം നിന്നോട് കൃപ തോന്നാൻ പോവാ. എസ്തേർ ഒരിക്കൽ രാജസന്നിധി ചെല്ലുമ്പോൾ അന്ന് രാജസന്നിധി ചെല്ലുവാൻ നിയമമില്ല. ചെല്ലുന്നവൻ ആരായാലും കൊല്ലപ്പെടണം, രാജാവിന് കൃപ തോന്നിയില്ലെങ്കിൽ. അവൾ പറയുക, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഞാൻ രാജസന്നിധി ചെല്ലാൻ പോവാം. അവളുടെ രാജാവിനെ മുഖം കാണിച്ചപ്പോൾ ബൈബിൾ എഴുതി, അവൻ അവളോട് കൃപ തോന്നിയിട്ട് ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളോട് കൃപ തോന്നും. ഇവിടെ എഴുതിയിരിക്കുക, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും അവൻ കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കണ്ണ് ദൈവത്തിങ്കിലേക്കാണ്. നിശ്ചയമായും ഈ ദിവസങ്ങളിൽ ദൈവം നിന്നോട് കൃപ തോന്നും. ദൈവത്തിൽ നിന്നൊരു സഹായം നിനക്ക് വരാൻ പോകും. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എബ്രായർ 3:1. ചുമ്മാതെ നോക്കിയാൽ പോലെ ശ്രദ്ധിച്ചു നോക്കണം. നിന്റെ കണ്ണ് എപ്പോഴും അവനിൽ തന്നെ പതിയട്ടെ. നിനക്ക് സഹായം വരുന്നത് അവിടെ നിന്നാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നോട് കൃപ കാണിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കരമൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം നിന്റെ മക്കളോട് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ, പോരാട്ടങ്ങൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, വെല്ലുവിളികൾ മാറട്ടെ. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നോട് കൃപ തോന്നും. ഗോഡ് ബ്ലസ് യു.